വെളിപ്പാട് അധ്യായം 17. പിന്നീട് 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് തന്റെ വേശ്യാവൃത്തിയുടെ വീഞ്ഞുകൊണ്ട് ഭൂവാസികളെ മത്തരാക്കിയവളും പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്നവളുമായ മഹാവേശ്യയുടെ ശിക്ഷാവിധി ഞാൻ കാണിച്ചു തരാം. ദൂതൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ കൊണ്ട് നിറഞ്ഞതും കടും ചുവപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിന്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിച്ചും പൊന്നും വിലയേറിയ രത്നങ്ങളും മുത്തുകളും അണിഞ്ഞും തന്റെ ദുർവൃത്തിയുടെ മ്ലേച്ഛതകളും അശുദ്ധികളും നിറഞ്ഞ ഒരു സ്വർണ്ണ പാനപാത്രം കയ്യിലേന്തി ഇരിക്കുന്നു. കയ്യിലേന്തിയുമിരുന്നു. ഈ നാമം അവളുടെ നെറ്റിയിൽ എഴുതിയിരുന്നു: മർമ്മം, മഹതിയാം ബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. അവൾ വിശുദ്ധ രക്തവും യേശുവിന്റെ സാക്ഷ്യം വഹിച്ചവരുടെ രക്തവും കുടിച്ച് മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടപ്പോൾ ഞാൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, നീ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഈ സ്ത്രീയുടെയും ഇവൾ കയറിയിരിക്കുന്നതും 7 തലയും 10 കൊമ്പുകളുള്ളതുമായ മൃഗത്തിന്റെയും മർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു. നീ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഈ സ്ത്രീയുടെയും ഇവൾ കയറിയിരിക്കുന്നതും 7 തലയും 10 കൊമ്പുകളുള്ളതുമായ മൃഗത്തിന്റെയും മർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ കണ്ട മൃഗം ഒരിക്കൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും അഗാധ ഗർത്തത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകാനുള്ളതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരുവാനിരിക്കുന്നതുമായ മൃഗത്തെ കാണുമ്പോൾ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ അത്ഭുതപ്പെടും. ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. 7 തല സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജ, മറ്റവൻ ഇതേവരെയും വന്നിട്ടില്ല. അവൻ വരുമ്പോൾ അല്പകാലം ഇരിക്കേണ്ടതത്രേ. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഇല്ലാത്തവനുമായ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനുമാണ്. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പുകൾ ഇതുവരെയും രാജത്വം പ്രാപിച്ചിട്ടില്ലാത്ത 10 രാജാക്കന്മാരത്രേ. അവർക്ക് മൃഗത്തോടൊപ്പം 1 മണിക്കൂർ സമയത്തേക്ക് രാജാധികാരം ലഭിക്കും. അവർ ഏക ലക്ഷ്യമുള്ളവരാണ്. തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തെ ഏൽപ്പിക്കുന്നു. അവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. കുഞ്ഞാട് കർത്താതി കർത്താവും രാജാതി രാജാവുമാകയാൽ അവരെ ജയിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമത്രേ. ദൂതൻ പിന്നീട് എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കണ്ട വെള്ളം ജനതകളും പുരുഷാരങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാകുന്നു. നീ കണ്ട 10 കൊമ്പുകളും മൃഗവും വേശ്യയെ വെറുത്ത് അവളെ ശൂന്യയും നഗ്നയുമാക്കി അവളുടെ മാംസം തിന്നുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം പൂർത്തിയാകുവോളം തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ തങ്ങളുടെ ഭരണാധികാരം ഏകാഭിപ്രായത്തോടെ മൃഗത്തെ ഏൽപ്പിക്കണമെന്ന് ദൈവം അവരുടെ ഹൃദയങ്ങളിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ ഭരണം നടത്തുന്ന മഹാനഗരമാകുന്നു.